അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ കേരളത്തിൽ ഓൾറൗണ്ട് യൂട്യൂബർ, അതായത് സ്വന്തം പണി യൂട്യൂബിലിട്ട് ലോകം മൊത്തം അറിയപ്പെട്ടു എന്ന് തന്നെ പറയാം നമ്മുടെ ലത്തീഫ് ഭായിക്ക്. പക്ഷേ ലത്തീഫ് ഭായിക്ക് ഏറ്റവും പേടി എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഞാൻ ഈ ദുനിയാവിൽ ചെയ്യാത്തൊരു വർക്ക് ഉണ്ടെങ്കിൽ, ചെയ്യാത്ത ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും പേടി എന്താ വെച്ചാൽ വയറിങ് മാത്രം. ലത്തീഫ് ഭായി ഒരു പേടിയും പേടിക്കണ്ട കേട്ടാ. ലോക അംഗീകരിച്ച ഓൾറൗണ്ട് പണിക്കാരനാണ് നിങ്ങൾക്ക് കറണ്ടിൻ്റെ പണി ഒരു പ്രശ്നമാണെന്നോ ഞാൻ പഠിപ്പിച്ച നിങ്ങൾക്ക്. ഞാൻ വരാം നിങ്ങളുടെ അടുത്തേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ്. ഇതേപോലെ ഇതൊന്നും ഈസിയാണ്. ലോകം അറിയപ്പെട്ട ഒരു പണിക്കാരൻ ഈ കറണ്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞിട്ടുണ്ട് റിയാദിലാറ്റം വന്നപ്പോൾ ഏതോ ബംഗാളിൻ്റെ കൂടെ പോയിട്ട് 2 വയറ് ഒന്നിച്ച് കട്ടായപ്പോൾ ന്യൂട്രും ഫേസും ടച്ച് ആയപ്പോഴും കട്ടിംഗ് പ്ലെയർ പൊട്ടി. അതിനുശേഷം ഞാൻ കറണ്ടിൻ്റെ പണി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ പഠിച്ചാൽ സുഖമാണ് കേട്ടോ. പഠിക്കുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഏതായിരുന്നാലും കറണ്ടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ലത്തീഫായി നിങ്ങൾക്ക് അറിയാമല്ലോ, ഡേഞ്ചർ പിടിച്ച പണിയാണ്. എന്നാലും വളരെ ഈസിയാണ് പഠിച്ചാൽ. ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിദ്ദയിൽ. അപ്പോൾ ഇതിന് മുമ്പേത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ കുത്തിപ്പൊളിച്ചെല്ലാം ഇതാക്കിയിട്ട് ഇതിപ്പോൾ മൊത്തം ഇതടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർച്ച് ഉണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ താത്ത് വെച്ചു, മൊത്തം വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർച്ചാണ് ഉണ്ടായത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടായത് ഒരു ആർച്ചാണ്. അതൊക്കെ പൊളിച്ച് തേച്ച് ലെവലാക്കി സ്ക്വയർ ആക്കിയതാ. സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വൈറ്റ് പെയിൻ്റെല്ലാം അടിച്ച്. അങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഏകദേശം തീരാനായി. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രം തൂക്കിയിട്ടിട്ടുണ്ട്. പെയിൻ്റ് അടിക്കാൻ വേണ്ടിക്കില്ല എല്ലാം ഇറക്കിയിട്ടതാണ്. ഇനി ഇതൊക്കെ ഒരു കോട്ടും കൂടി അടിക്കാനുണ്ട് ആ ഭാഗത്ത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ നല്ല ക്ലിയറിൽ ഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ AC-ൻ്റെ പൈപ്പ് ഇട്ടെടുത്തൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ നമ്മളെന്താക്കും, ഇപ്പോഴത്തെ ആ ഫൈബറിൻ്റെ മാർബിൾ മോഡൽ വരുന്നുണ്ടല്ലോ, ഇവിടെ സൗദിയിലൊക്കെ പറയുന്നത് ബദിൽ റുക്കാം, അതായത് മാർബിളിൻ്റെ ബദിലായിട്ട് വരുന്ന ഫൈബറിൻ്റെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ ആർച്ച് അതൊക്കെ കട്ട് ചെയ്ത് ബാത്റൂമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. ബാത്റൂമിന് ഇതെല്ലാം ആക്കി. ബാത്റൂമിൻ്റെ സോസ് ഫാൻ ഇവിടെ വരും. അതിനുള്ള വയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ബാക്കിലേക്ക് കൂടിയേ വരിക, ടൈൽസ് പൊളിക്കാൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാം എന്താണെന്നറിയാം ലത്തീഫ് ഭായി, എല്ലാം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബീമൊക്കെ മിഞ്ഞാന്ന് കട്ട് ചെയ്തതാണ്, നിങ്ങൾ കണ്ടതാണ്. അതൊക്കെ ടൈലെല്ലാം ഒട്ടിച്ച് ഏണിക്കൊരു പിടുത്തം ഇതെല്ലാം ആക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് AC-ക്ക് പൈപ്പ് പോകാൻ വേണ്ടിയെങ്കിൽ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വയർ ഇറക്കിയിട്ടുണ്ട് പൈപ്പിലേക്ക് കൂടി. പിന്നെ ഇവിടെ ഒരു പ്ലഗ് വെക്കണം, കാരണം മക്കീനെ ഇതൊക്കെ വർക്ക് ചെയ്യിക്കാൻ. അപ്പോൾ ലത്തീഫ് ഭായിനോട് പറയാനുള്ളത്, ലത്തീഫ് ഭായി നിങ്ങളൊക്കെ നമ്മളതിനെക്കാളും വല്ല പണിക്കാരനാണ്. എന്നിട്ട് നിങ്ങളൊരു കറണ്ടിൻ്റെ പണി പേടിയെന്നൊന്നും പറയണ്ട കേട്ടാ. അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ? അപ്പോൾ ലത്തീഫ് ഭായി സ്നേഹം മാത്രം കേട്ടാ.